പാരന്റിങ് എന്ന് പറയുന്നത്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ സഹനവും അവധാനതയും നമുക്ക് വളരെ അനിവാര്യമാണ് പുതിയ കാലഘട്ടത്തിൽ. പാരന്റിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കാലയളവിനുള്ളിൽ ചെയ്ത് തീർക്കാനുള്ള ഒരു കാര്യമല്ല. ഒരു 10, 20, 20-ലധികം വർഷത്തിലധികം നീണ്ടുകിടക്കുന്ന ഒരു ത്യാഗ പരിശ്രമത്തിൻ്റെ പേരാണ് പാരന്റിങ് അഥവാ രക്ഷാകർതൃത്വം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയെ ആയ അഷജ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന സഹാബിയെ റസൂലുള്ള കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് കാണുന്നത്. റസൂലുള്ളാഹിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ വരികയാണ്. അപ്പോൾ കുറച്ച് അപ്പുറത്ത് നബിനെ കണ്ടപ്പോൾ ഇതുവരെ കൂടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, വേഗം ഇറങ്ങിക്കാണ്ട് ഒരു യാത്ര മരുഭൂമിയിലൂടെ വരുമ്പോൾ കുറേ പൊടിയും ചളിയൊക്കെ അദ്ദേഹത്തുണ്ടാവും. അതൊന്നും തുടക്കാനും ഇതിനൊന്നും നിൽക്കാതെ നേരെ നബിനെ കണ്ട ആവേശത്തിൽ എല്ലാവരും ഓടിയിട്ട് എന്ത് ചെയ്യാണ്, നബിൻ്റെ അടുത്ത് പോയി കെട്ടിപ്പിടിക്കണു, വർത്താനം പറയണു. പക്ഷേ ഈ അസജ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന അതിൻ്റെ നേതാവ്, അദ്ദേഹം വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി ആ പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് ഒന്ന് മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി ആ സാവകാശാണ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഫീക ഹസ്ലതൈനി, നിന്റെ ഇടക്കൽ 2 ഗുണങ്ങളുണ്ട്. യുഹിബ്ബുഹുമല്ലാഹ്, അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് അത് ഗുണം. ഏതാണ് ആ ഗുണങ്ങൾ? അൽ ഹിൽമു വൽ അനാത്ത്, അവധാനതയും സഹനവുമാകുന്നു. അത് ഏതൊരു കാര്യവും എടുത്തു ചാടി ചെയ്യുക എന്നുള്ളതല്ല, ഒരു ഒതുക്കത്തോടു കൂടി ചെയ്യുന്ന ഒരു സ്വഭാവം, അത് അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാകുന്നു എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മക്കളോട് പെരുമാറുമ്പോഴും ഒരു രക്ഷിതാവിന് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു എടുത്തു ചാടി പെട്ടെന്ന് ഒരു വെട്ട് 2 കഷ്ണം എന്ന രീതിയിലേക്ക് ഒരിക്കലും രക്ഷിതാക്കൾ ഉണ്ടാകാൻ പാടില്ല. വിഷയം പലതും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് തീരുമാനമെടുത്ത് 2 കഷ്ണമാക്കാതെ വളരെ ക്ഷമയോടുകൂടിയായിരിക്കണം അതിനോട് പ്രതികരിക്കേണ്ടത്. അപ്പോഴാണ് കുട്ടികൾ രക്ഷിതാക്കളെ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമസ്കാരത്തിന്റെ പേരിലാണ് വീട്ടിൽ കുട്ടികളുമായിട്ട് രക്ഷിതാക്കൾ തർക്കമുണ്ടാകാറുള്ളത്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമുണ്ടാവും. എന്നാൽ നിസ്കരിക്കാൻ വേണ്ടി കുടുംബത്തിനോട് കൽപ്പിക്കണം എന്ന് പറയുന്ന ഖുർആനായത്ത് നോക്കി നിങ്ങൾ. നമസ്കാരത്തെ തൊട്ട് നിങ്ങൾ കുടുംബത്തോട് കൽപ്പിക്കണം. പിന്നെ പറഞ്ഞത് എന്താ? വസ്തബിർ അലൈഹാ, ആ കാര്യത്തിൽ നിങ്ങൾ ക്ഷമാപൂർവം നിലകൊള്ളുകയും വേണമെന്നാണ്. അതായത് ആ ഉപദേശിക്കുന്നിടത്തും എന്തുണ്ട്? ഒരു ക്ഷമയും സഹനവും ശ്രദ്ധയും ഒക്കെ നമ്മൾ കാണിക്കണമെന്നാണ്. ആ മാർദ്ദവമുള്ള ഒരു വാക്ക് ഉപയോഗിക്കണം എന്നുകൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, വളരെ ദയാദാക്ഷിണ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. ഒരിക്കലും ഒരു പരുഷ സ്വഭാവത്തോടു കൂടി മക്കളോട് നമ്മൾ പെരുമാറരുത്. കാരണം രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കാതെ പോയ ദയാദാക്ഷിണ്യത്തിന്റെ അഭാവമാണ് ചിലരൊക്കെ ഇന്ന് സാമൂഹ്യ ദ്രോഹികളാകാൻ വരെ കാരണം എന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ചില കുട്ടികളൊക്കെ ഞാൻ എങ്ങനെ ഒരു കള്ളനായത്, ഞാൻ എങ്ങനെ ഒരു അക്രമിയായത്, ഞാൻ എങ്ങനെ ഒരു മദ്യപാനിയായത് എന്നതിനെ പറ്റി പിന്നീട് പറയാറുള്ളത്, എൻ്റെ വാപ്പ എന്നെ കർശനമായ രീതിയിലാണ് കൈകാര്യം ചെയ്തത്, അതുകൊണ്ട് ഞാൻ വാപ്പാനോട് എനിക്കൊരു ദേഷ്യം ഉണ്ടായി, ഞാൻ അങ്ങനെയാണ് അങ്ങാടിക്ക് ഇറങ്ങിയാണ്ട് ഈ കോലത്തിലായത്, ഇപ്പം എനിക്കത് വേണ്ടിയെന്നാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പം തിരിച്ചു വരാനും പറ്റണില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കുറേ ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങോട്ട് മോശമായി പെരുമാറിയവരോട് പോലും തിരിച്ച് അതിര് വിടാതെ ഇടപെടുന്ന ഒരു സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് രക്ഷിതാക്കളായ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ആയിഷ ബീവിയോടും ഒരു ജൂതൻ, അവർ രണ്ടുപേരും പോണ സമയത്ത് ഒരു ജൂതൻ വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്നാണ്. അസ്സലാമു അലൈക്കും എന്നാണ് ശരിക്കും പറയേണ്ടത്. പറഞ്ഞാൽ എന്താ? അസ്സാമു അലൈക്കും. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ എന്ന്. എല്ലാം അവിടുന്ന് പോയപ്പോൾ അർത്ഥം മാറി. അത് ബോധപൂർവം പറഞ്ഞ അയാള്. അത് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നു. അപ്പൊ ആയിഷ ബീവി ആ ജൂതനോട് എന്ത് ചെയ്തു? അതേ നാണയത്തെ തന്നെ എന്ത് ചെയ്തു? പ്രതികരിച്ചു. താങ്കൾക്കും ഉണ്ടാകട്ടെ, അതുകൊണ്ട് ശപിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോ റസൂലുള്ള അവിടെ ഇടപെട്ടു. യാ ആയിഷ, ഏ ആയിഷ, ഇന്നല്ലാഹ റഫീഖ് യുഹിബ്ബുർ റിഫ്ഖാ, നിശ്ചയമായും അല്ലാഹു റഫീഖാണ്, അവൻ യുഹിബ്ബുർ റിഫ്ഖാ, അവന് അതിനെ അങ്ങേയറ്റം അവൻ ഇഷ്ടപ്പെടുന്നു, ദയയെ അവൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. വയുഅ്താ അലൽ റിഫ്ഖി മാ ലാ യുഅ്താ അലൽ അനഫ് വഇല്ലാ യുഅ്താ അലാ മാ സവാഹ്, പരുഷ സ്വഭാവം കൊണ്ട് നേടാൻ കഴിയാത്തതൊക്കെ ദയ കൊണ്ട്, റിഫ്ഖ് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം. പലതുകൊണ്ടും ലഭിക്കാത്തത് ദയ കൊണ്ട് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കണം. കൂടാതെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. ഏതൊരു കാര്യത്തിൽ ദയ ഉൾക്കൊള്ളുന്നുവോ
അത് അവനെ ഭംഗിയാക്കാതിരിക്കുകയില്ല. ഏതൊരു കാര്യവും ദയാരഹിതമായിട്ടാകുന്നുണ്ടോ അത് വികൃതമാകാതിരിക്കുകയുമില്ല. ഒരു ദയാദാക്ഷിണ്യമില്ലാത്ത പെരുമാറ്റം എവിടെ ഉണ്ടായോ ആ കാര്യം ആകെ വികൃതമാകുമെന്നാണ്. അതുകൊണ്ട് പുറത്ത് ദയ കാണിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. നാട്ടുകാരോടൊക്കെ ഭയങ്കര മാനമര്യാദക്ക് പെരുമാറും. എല്ലാവർക്കും അയാളെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. പക്ഷെ അതേ മനുഷ്യൻ തന്നെ വീട്ടിലേക്കൊന്ന് കയറി വന്ന് ഒന്ന് കോളിംഗ് ബെല്ലടിച്ച് ആ വാതിൽ തുറക്കാൻ അല്പം മിനിറ്റുകളൊന്നും സമയം ദൈർഘ്യം വന്നാൽ മതി. അപ്പോഴേക്ക് അവിടെ നിന്ന് ചൂടാകാൻ തുടങ്ങി. എവിടെ പോയി കിടക്കാന്ന് ചോദിക്കും. പിന്നെ ആ വാതിൽ തുറക്കുമ്പോൾ ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരെ കാണും. എന്തേ പാടെ ഉണ്ടായിട്ടുള്ളൂ? ഒരു 2 മിനിറ്റ് ആ ഭാര്യ അവിടെ ഉള്ളിൽ എന്തോ ജോലി ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ബാത്റൂമിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം, അതൊന്നും ചിന്തിക്കാൻ. അതായത് വീടിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ആകെ ഒരവസ്ഥ. നാട്ടിൽ എലി പോലെ ജീവിക്കുന്ന ആളുകൾ വീട്ടിലെത്തിയാൽ പുലി പോലെ പെരുമാറുന്ന ഒരു സാഹചര്യം പലപ്പോഴും വീടുകളിലുണ്ട്. എന്താ റസൂലുള്ള പറഞ്ഞത്? ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ചില സഹോദരിമാര് അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. കുട്ടികളോട് ദയയോട് കാരുണ്യത്തോടു കൂടി പെരുമാറിയാൽ അവരത് അനുസരിക്കും. പക്ഷെ അതിനുള്ള സ്വസ്ഥതയും സമയവും ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ രാവിലെ കുട്ടികളെ വിളിച്ചുണർത്തുന്ന ഒരു ശൈലി അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ചില രക്ഷിതാക്കൾ എന്താ വെച്ചാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുട്ടി ബെഡ്റൂമിലായിരിക്കും കിടക്കുന്നത്. അടുക്കളയിൽ പോയിട്ട് എന്ത് ചെയ്യും? ഭയങ്കര ഷൗട്ട് ചെയ്ത് ഇങ്ങനെ വിളിക്കും. ഇത്ര നേരമായി, ബാങ്ക് കൊടുത്തിട്ട് എത്ര സമയമായി, എന്താ എണീക്കാത്ത് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ കുട്ടി ഒരു പക്ഷെ അത് കേൾക്കണേ ഉണ്ടാവില്ല, ഈ ബെഡ്റൂമിന്റെ ഉള്ളിൽ അത് കേൾക്കണേ ഉണ്ടാവില്ല. എന്നിട്ട് കേൾക്കാതെ വരുമ്പോൾ അത് അവിടെ കുറെ നേരം നിന്ന് പറഞ്ഞ കലി തീർക്കാൻ വേണ്ടി കുട്ടിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? പോത്തപ്പൊക്കെ വലിച്ചൊഴിവാക്കി അല്ലേ, ചിലപ്പോൾ സന്ധ്യക്ക് 2 അടിയൊക്കെ കൊടുത്ത് എന്താ കിടന്നുറങ്ങണം, മദ്രസയിൽ പോകാനായില്ലേ എന്നൊക്കെ ചോദിച്ച് വല്ലാതെ ഷൗട്ട് ചെയ്യണ സ്വഭാവം ഉണ്ടോ? അങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് ആ കുട്ടിനെ രാവിലെ എഴുന്നേൽപ്പിച്ചാൽ ആ കുട്ടിക്ക് വൈകുന്നേരം വരെ ദേഷ്യം പോകില്ല. എന്താ അതിൻ്റെ ആവശ്യം? നമ്മൾ ആ കുട്ടിനെ വിളിച്ചുണർത്താൻ അതിൻ്റെ അടുത്തൊന്ന് പോയിരുന്ന് ഉറക്കെന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ആ സമയം ഒരു ആലസ്യം ഉണ്ടാവും. അവിടെ നിന്ന് പോയി തലയിലൊക്കെ ഒന്ന് തലോടി ആ കുട്ടിയോട് ഇതാ മോളെ അല്ലെങ്കിൽ മോനെ സമയമായി, ബാങ്ക് കൊടുക്കാൻ സമയമായി, അല്ലെങ്കിൽ മദ്രസയിൽ പോകാൻ സമയമായി, എഴുന്നേൽക്കെന്ന് പറഞ്ഞ് ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി മുഖമൊക്കെ ഒന്ന് തടവി കൊടുത്ത് ആ പ്രാർത്ഥനയൊക്കെ ഒന്ന് ചൊല്ലാൻ പറഞ്ഞ് അങ്ങനെ നല്ല നിലക്കൊന്ന് പിടിച്ച് ഒന്ന് കൊണ്ടു നോക്കി. ആ കുട്ടി എഴുന്നേറ്റ് പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ചെറിയൊരു കാര്യമാണ് പറയുന്നത്. അനാവശ്യമായിട്ട് കുട്ടികളെ ഷൗട്ട് ചെയ്യുന്ന സ്വഭാവം ഒരു കാരണവശാലും തന്നെ രക്ഷിതാക്കളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. 4-മതായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, 2 കാര്യത്തിൽ 2 ഓപ്ഷൻ നമ്മളെ മുമ്പിലുണ്ട് കുട്ടികളുമായിട്ട് പെരുമാറുന്ന സമയത്ത്. അതിലേറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ ആയിരിക്കണം എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടത്. അല്ലാതെ ചില രക്ഷിതാക്കളുണ്ടെന്ത് ഞാൻ പറയും പോലെ ഇയാൾ ചെയ്താൽ മതി എന്നൊരു വാശി. ആ വാശിന്റെ അപ്പുറത്തേക്ക് പിന്നെ നിൽക്കൂല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിക്കില്ലാത്ത ഒരു ബദൽ കുട്ടി ഇങ്ങോട്ട് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് നല്ലത്. അത് അവൻ്റെയും കൂടി ഒരു ഇഷ്ടമാണ്. പക്ഷെ എന്തുണ്ടാവാൻ പാടില്ല? പരിക്കുണ്ടാണ് കാര്യമാവാൻ പാടില്ല. ഇപ്പോൾ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞൊരു വാചകം നോക്കൂ നിങ്ങൾ. മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈൻ, അതായത് 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാനുള്ള അവകാശം റസൂലിന് കിട്ടിയാൽ, ബൈന അംറൈൻ 2 കാര്യങ്ങളിൽ, ഇല്ലാ അഖദ ഐസറുഹുമാ, അതിൽ റസൂലുള്ള എടുക്കുക ഏറ്റവും എളുപ്പമുള്ള വഴി എടുക്കുക. മാലം യകുൻ ഇസ്മ, അടിയന്തരമായി മനസ്സിലാക്കണം, അടിവരട്ട് മനസ്സിലാക്കണം. എന്ത്? തെറ്റിന്റെ കാര്യമാകാൻ പാടില്ല, തെറ്റല്ലാത്തൊരു കാര്യമാണ്. ഈ 2 കാര്യം എന്തല്ല? തെറ്റല്ല. തെറ്റല്ലാത്ത ഒരു കാര്യത്തിൽ ഒരു ചോയ്സ് വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളത് എടുക്കാനാണ് എന്ത് ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നത് എന്നാണ്. ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വരണം. ഇപ്പൊ ഞാൻ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മളെ കുട്ടി നമ്മളെ അടുത്ത് വന്ന് പറയാണ്, നമ്മൾ കുട്ടീനോട് കടയിൽ പോകാൻ പറഞ്ഞു. കുറച്ച് അപ്പുറത്താണ് കട. അപ്പൊ ആ കുട്ടിക്ക് കാശ് കൊടുത്ത് അവൻ സൈക്കിൾ എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കേ സൈക്കിൾ കൊണ്ടുപോകാൻ പാടില്ല. അവന് നന്നായിട്ട് ചവിട്ടാൻ അറിയാം, ഒരു അപകടമില്ലാത്ത സ്ഥലമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു വാശി, സൈക്കിൾ കൊണ്ടുപോകാൻ പാടില്ല, ഇത് നടന്നു പോയി. ആ വാശി പിടിച്ചു നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാ കുട്ടിക്ക് സൈക്കിൾ ആ കുട്ടിക്ക് പോകാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആ സൈക്കിൾ അനുവദിച്ചു കൊടുക്കുക. അത് ആ കുട്ടിയുടെ ഇഷ്ടം കൂടിയാണ്, ഒരു കുഴപ്പമില്ല അവിടെ. പക്ഷെ അവിടെ ഒരു അപകടം ഉണ്ടെങ്കിലോ അത് നമുക്ക് കുട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് ചെയ്യണം? കഴിയണം. അല്ലാതെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആകണം
എന്ന രീതിയിലേക്ക് പോകുന്നൊരവസ്ഥ പാടില്ല. കുട്ടി കളിക്കണം, എനിക്ക് വൈകുന്നേരം കളിക്കാൻ പോകണം എന്ന് പറയുമ്പോഴേക്ക് കളിക്കാൻ പുറത്തു പോയ ജാഗ കേടുവരും, പ്രശ്നമാവും, കുഴപ്പമാവും എന്ന് പറയാൻ പാടില്ല. ആ കുട്ടിയോട് ചോദിക്കുക, എവിടെയാണ് ഈ കളിക്കാൻ പോണത്? എന്താ, ഞാൻ ഇന്ന സ്ഥലത്താണ്. ആരാണ് നിന്റെ കൂടെ കളിക്കാനുള്ളത്? ഇന്ന കുട്ടികളാണ്. ഓക്കെ, അതിന് വിടണം നമ്മൾ. അതായത് കഴിയുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഡ്രസ്സ്, കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളൊരു കളർ ഉണ്ടാവും. ആ കളറേ അത് പറ്റൂല. പക്ഷെ അവിടെ നമുക്ക് ഒരു പറ്റൂല എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നിർബന്ധിക്കാവുന്ന കാര്യം എന്താ? അനിസ്ലാമികമായ ഒരു വേഷ കുട്ടി പറയണ വെച്ചാൽ അത് പറ്റൂല. ആൺകുട്ടിയാണ്, ഞെരിയാണിക്ക് താഴെ പറ്റൂല, അത് വേണമെന്ന് കുട്ടി വാശി പിടിച്ചാൽ അവിടെ നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല.